ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ സ്കൂൾ ടെക്സ്റ്റ് ആണ്. ഇപ്പൊ PSCയുടെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ കണ്ടു. പുതിയ ടെക്സ്റ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ടെക്സ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഈ 2 ചാപ്റ്റർ പഠിച്ചു. ഇന്ന് നമ്മൾ ഈ 2 ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് 5ാം ക്ലാസ്സിലെ സോഷ്യലിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. തൊഴിൽ വൈവിധ്യങ്ങളും വസ്ത്രത്തിന്റെ നാൾവഴികളും. അപ്പൊ ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് വേണ്ട പോയിന്റുകളൊക്കെ ഇതിനകത്തുണ്ട്. തൊഴിൽ വൈവിധ്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത്. വേണ്ട പോയിന്റ്സ് എല്ലാം ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രം നമ്മൾ പഠിക്കേണ്ട കാര്യമുള്ളൂ. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വ്യക്തികൾക്ക് എന്ത് നൽകുന്നു? പണം നൽകുന്നു. അപ്പൊ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടത്തില്ലേ? അപ്പൊ അധ്യാപകനം ഒരു കച്ചവടം ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറാണ് അല്ലെങ്കിൽ നേഴ്സ് ആണെങ്കിൽ ആതുര സേവനങ്ങളിൽ ഏർപ്പെട്ടാലൊക്കെ എന്ത് കിട്ടുന്നുണ്ട്? പൈസ കിട്ടുന്നുണ്ട്, പണം കിട്ടുന്നുണ്ട്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പൊ ആ വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ഒരു പൈസ കിട്ടും. അതിനെയാണ് വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ പണം തന്നെ എന്ന് വെച്ചാൽ നമ്മളൊരു ജോലി ചെയ്യുന്നു, അതിന് നമുക്കൊരു പ്രതിഫലം നൽകുകയാണ്. അപ്പോ നമ്മൾ പറയാറുണ്ട്, ഈ പണത്തെ ഒന്നെങ്കിൽ ശമ്പളം എന്ന് പറയും, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പറയും കൂലിയാണ് എന്ന് പറയും. എങ്ങനെയാണ് ഒരു ശമ്പളമാകുന്നത്? എങ്ങനെയാണ് അതൊരു കൂലിയാകുന്നത്? സേവനങ്ങൾ നിർവഹിച്ചു. തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. ഈ കൂലി എന്ന് പറയുമ്പോൾ മണിക്കൂറുകളുടെയോ അല്ലെങ്കിൽ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കുന്നത്. ഇപ്പൊ ഒരു ദിവസം വന്ന് നമ്മുടെ വീടെല്ലാം കിളച്ച് വൃത്തിയാക്കി, അപ്പൊ കൂലിയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ ഒരു മാസത്തേക്ക് ഒരു ഓഫീസിൽ ഒരാൾ വർക്ക് ചെയ്യുകയാണ്, ഒരു മാസം കഴിയുമ്പോഴാണ് ശമ്പളമാണ് കൊടുക്കുന്നത്. അപ്പൊ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്നത് ശമ്പളമാണ്. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് സ്റ്റാഫാണ്, ഗവൺമെന്റിലെ LD ക്ലർക്കാണ്, ഒരു മാസം ജോലി ചെയ്യുന്നു, ഒരു മാസം അവസാനം നമുക്ക് ശമ്പളമാണ് തരുന്നത്. എന്നാൽ നമ്മളെ ഒരു പ്ലംബിംഗ് പണിക്ക് നമ്മൾ വിളിക്കുന്നു, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ വീട്ടിൽ പോകുന്നു, ആ ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ നമുക്ക് ആ ശമ്പളം, ആ മണിക്കൂറിന് നമ്മളൊരു തുക പറയുന്നു, അതിനെയാണ് നമ്മൾ കൂലി എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിൽ ഉടമ തൊഴിലാളിക്കാണ് കൊടുക്കുന്നത്. മണിക്കൂറുകൾക്കാകാം, ദിവസത്തിനാകാം ഈ കൂലി നിശ്ചയിക്കപ്പെടുന്നത്. ഇതാണ് കൂലിയും ശമ്പളവും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇവിടെ നമുക്ക് ഏതൊരു ജോലിയിൽ ഏർപ്പെട്ടാലും നമുക്കൊരു പണം കിട്ടുന്നുണ്ട്. അതാണ് നമ്മളുടെ വരുമാനം. പഠിപ്പ് തീർന്നാൽ എന്ന് പറയുന്ന ഇതാണ്ട് ഒരു കവിത നിങ്ങൾക്ക് കാണാം. ഇത് ആരാണ് രചിച്ചത്? ഈ പഠിപ്പ് തീർന്നാൽ എന്ന കവിത NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യർ. ഇനി വരുമാനത്തിന് ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. അപ്പൊ ഏത് രീതിയിലും ജോലി ചെയ്യാം. കായികമായിട്ടുള്ള അഭ്യാസമുള്ള ജോലിയാകും. പോലീസൊക്കെ ജോലിയാണെങ്കിൽ നമുക്ക് കായിക അഭ്യാസമുണ്ട്, അല്ലെ? പിന്നെ ഫയർഫോഴ്സിലൊക്കെ ആണെങ്കിൽ കായിക അഭ്യാസമുണ്ട്. ഭൗതികമായി ബുദ്ധിപരമായ എഞ്ചിനീയറിംഗ് വർക്ക്സ്, അങ്ങനെ ബുദ്ധിപരമായ ജോലിയാകാം. ഇതാണ് തൊഴില്. തൊഴിലിന് പ്രതിഫലം കൂലിയായിട്ടോ ശമ്പളമായിട്ടോ ലഭിക്കുന്നു. ഇപ്പൊ കൂലി എന്താണ്, ശമ്പളം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ വരുമാന സ്രോതസ്സുകളിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം. ഈ പണം കിട്ടാൻ നമ്മൾ ഏതെങ്കിലും ഒക്കെ ഒരു തൊഴിലിൽ ഏർപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് ജോലി നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം. കൃഷി ചെയ്തിട്ട് തക്കാളി കൃഷി ചെയ്ത് തക്കാളി കൊണ്ടുപോയി മാർക്കറ്റിൽ വിറ്റ് നമുക്ക് പൈസ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ആരംഭിച്ചു, നമ്മളൊരു ചായക്കട ഇട്ടു, അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് നിക്ഷേപങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി വീട്ടിൽ അച്ഛനും അമ്മയും നല്ല പണക്കാരാണ്, നമുക്ക് ഒരു 10-50 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, നമ്മൾ അതുകൊണ്ട് ബാങ്കിൽ ഇടുന്നു, നമ്മൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല, ബാങ്ക് നമുക്ക് പലിശ തരുന്നു. അപ്പൊ ആ പലിശ കൊണ്ട് നമ്മൾ സുഖമായി ജീവിക്കുന്നു. അപ്പൊ ഒന്നെങ്കിൽ അങ്ങനെ വേണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ തരത്തിലുള്ള ആസ്തികൾ വേണം. നമുക്ക് വാടകയൊക്കെ കിട്ടുന്ന പലതരത്തിലുള്ള ആസ്തികൾ, നമുക്ക് വീടുണ്ട്, വീട് വാടകയ്ക്ക് കൊടുത്ത് അങ്ങനെ പൈസ കിട്ടണം. അങ്ങനെ പലതരത്തിൽ നമുക്ക് വരുമാനം ലഭിക്കാം. അപ്പൊ ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളെയോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ വരുമാനം എന്ന് പറയുന്നത് പല രീതിയിലാകാം. നമുക്ക് കുറേ വസ്തുക്കളുണ്ട്, ആ വസ്തു നമ്മൾ പലർക്ക് റെന്റ് ചെയ്തേക്കുവാണ്, വാടകയ്ക്ക് കൊടുത്തേക്കുവാണ്, അപ്പൊ അവര് നമുക്ക് പൈസ തരും. നമുക്ക് കുറച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, ബാങ്കിൽ കൊണ്ടിട്ട് ബാങ്ക് നമുക്ക് പൈസ തരുന്നു, അത് നമ്മുടെ വരുമാനമാണ്. ഇനി നമ്മൾ തന്നെ നല്ല രീതിയിൽ അധ്വാനിക്കുന്നു, കൃഷി ചെയ്യുന്നു, ഇതിലൊക്കെ ജോലിയിൽ ഏർപ്പെടുന്നു, ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? വരുമാനം എന്ന് പറയാം. അപ്പൊ ആസ്തി എന്ന് വെച്ചാൽ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ. കെട്ടിടങ്ങളാകാം, വസ്തുവകകളാകാം, ഇതൊക്കെ ആസ്തികൾക്ക് എക്സാമ്പിൾ ആണ്. കെട്ടിടം, വസ്തുവകകളൊക്കെ ആസ്തികൾക്ക് എക്സാമ്പിൾ ആണ്.
അപ്പോൾ നമുക്ക് വരുമാനം എന്ന് പറയുമ്പോൾ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ, ഒരു തൊഴിൽ ചെയ്യുമ്പോൾ, കൃഷിപ്പണിയാകാം, ഡോക്ടർ ആകാം, നേഴ്സ് ആകാം, അല്ലെങ്കിൽ അധ്യാപകനാകാം, പോലീസുകാരനാകാം, പട്ടാളക്കാരനാകാം, ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ബാങ്കിൽ പൈസ ഇട്ടാൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് നല്ല ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ വാടക ഇനത്തിലും പൈസ കിട്ടും, അല്ലെ? ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് കിട്ടും. നമുക്ക് ഭൂമി ഉണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുത്താൽ പൈസ കിട്ടും. കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുത്താൽ പൈസ കിട്ടും, അല്ലെ? അപ്പോൾ അങ്ങനെ പല സ്രോതസ്സുകളിൽ നമുക്കിപ്പോൾ, എനിക്കൊരു ഗവൺമെന്റ് ജോലിയുണ്ട്, ഞാൻ LD ക്ലർക്കാണ്, എനിക്ക് വരുമാനമുണ്ട്. ഞാൻ അതേപോലെ തന്നെ കൃഷിയും ചെയ്യുന്നുണ്ട് വീട്ടിൽ, ആ സാധനങ്ങൾ കൊണ്ട് വിറ്റാൽ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. വീട്ടിൽ ഞാൻ പാല്, അതായത് ഞാൻ 2 പശുവിനെ വളർത്തുന്നുണ്ട്, പശുവിന്റെ പാല് വിറ്റ് എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം, വരുമാനം ഉണ്ടാക്കാം. കൃഷി വിളവ് എടുക്കുമ്പോൾ വരുമാനമായി. തൊഴില് കൂലിയോ ശമ്പളമോ കിട്ടുന്നു. ബിസിനസ് ആണെങ്കിൽ അവർക്ക് ലാഭം കിട്ടുന്നു. ബാങ്ക് നിക്ഷേപമാണെങ്കിൽ പലിശ, ആസ്തിയാണെങ്കിൽ വാടക അല്ലെങ്കിൽ പാട്ടം, ഓഹരി നിക്ഷേപങ്ങളാണെങ്കിൽ ലാഭവിഹിതം. അപ്പൊ കൃഷിയിൽ നിന്ന് വിളവെടുക്കുമ്പോഴാണ് പൈസ കിട്ടുന്നത്. തൊഴിലാണെങ്കിൽ കൂലി, മണിക്കൂറുകളോ ദിവസങ്ങളോ, ശമ്പളം മാസം. ബിസിനസ് ലാഭമാണ്, ബാങ്ക് നിക്ഷേപം പലിശയാണ്, ആസ്തികൾ വാടക അല്ലെങ്കിൽ പാട്ടമാണ്, ഓഹരി നിക്ഷേപങ്ങൾ ലാഭവിഹിതമാണ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കത്തിയടിച്ച് ചുമ്മാ ഇരുന്ന് പറയാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടത് മാത്രം അത്യാവശ്യം പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ മെയിൻ ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ പോയിന്റ്സ് ഒക്കെ മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. ബാക്കി ചുമ്മാ കത്തിയടിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു വെച്ചേക്കാണ്. അത് വെറുതെ വായിച്ച് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ഇപ്പൊ ഞാൻ കൃഷി ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു, എനിക്ക് അവിടെ നിന്ന് പൈസ കിട്ടുന്നു. ഞാനൊരു ബിസിനസ് ചെയ്യുന്നു, അവിടെ നിന്ന് എനിക്ക് പൈസ കിട്ടുന്നു. എനിക്ക് പ്രത്യേകിച്ച് ബാങ്ക് നിക്ഷേപമുണ്ട്, അവിടെ നിന്ന് എനിക്ക് പൈസ കിട്ടുന്നു. എനിക്ക് കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്, അവിടെ നിന്ന് വാടക കിട്ടുന്നു. അങ്ങനെ പലതരത്തിൽ ഒരാൾക്ക് വരുമാനം വന്നു ചേരുന്നു. ഇതാണ് അയാളുടെ വ്യക്തിഗത വരുമാനം. ടോട്ടൽ അയാൾക്ക് ലഭിക്കുന്ന പല തലത്തിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന ടോട്ടലാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഒരാളുടെ വരുമാനമാണിത്. ആ ഫാമിലിയിൽ 5 പേരുണ്ട്, 5 പേർക്കും ഇങ്ങനെ പലയിടത്തു നിന്ന് പൈസകൾ വന്നു ചേരുകയാണെങ്കിൽ നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് അവരുടെ കുടുംബ വരുമാനം. ഇപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും ജോലിയുണ്ട്, അപ്പൊ 2 പേരുടെയും കൂടെ വരുമാനം, പിന്നെ അവർക്ക് കുറച്ച് വാടക കിട്ടുന്നു, അപ്പൊ ഉണ്ടോ, അതും കൂടെ ആയി. അപ്പൊ അങ്ങനെ ടോട്ടൽ ഇങ്ങനെ വരുമാനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമ്മളുടെ കുടുംബ വരുമാനം എന്ന് വെച്ചാൽ എല്ലാരെയും കൂടെ. വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തൊക്കെ തരത്തിൽ വരുമാനം കിട്ടുന്നു അത് മാത്രമാണ്. അപ്പൊ വ്യക്തി വരുമാനം, വ്യക്തിഗത വരുമാനം എന്ത്, കുടുംബ വരുമാനം എന്ത്, എന്താണ് വരുമാനം, എന്താണ് കൂലി, എന്താണ് ശമ്പളം, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും നോക്കുകയാണ്. കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ മണ്ണ്, നമ്മുടെ പ്രകൃതി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ്. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കള്, നാരുകള് ഉൽപ്പാദിപ്പിക്കുന്നു. സസ്യങ്ങൾ വളർത്തുന്നു, കന്നുകാലി വളർത്തൽ, മത്സ്യത്തിന്റെ കൃഷി, ഇതൊക്കെ കാർഷിക തൊഴിലുകളാണ്. അപ്പൊ കന്നുകാലി വളർത്തുന്നത് എന്ത് തന്നെയാണ്, ഒരു കാർഷിക തൊഴിലാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൃഷിയാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികൾ 46.5% പേർ കൃഷിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. 2022-23 സർവേ ആണ്. 46.5%. കണ്ടോ, പകുതിയോളം ആളുകൾ എന്താണ്, കൃഷിയാണ് ചെയ്യുന്നത്. അപ്പൊ കൃഷി എന്ന് പറയുമ്പോൾ മത്സ്യകൃഷിയാകാം, കന്നുകാലി വളർത്തലാകാം, അതുമല്ലെങ്കിൽ നമ്മൾ സസ്യങ്ങളെ വളർത്തുന്നത്, ഞാൻ കുറച്ച് പരുത്തി അല്ലെങ്കിൽ കുരുമുളക്, വാനില, തക്കാളി, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ കൃഷി ചെയ്യുന്നത് കൃഷിയാണ്. ഇതാണ് കാർഷിക തൊഴിലുകൾ. ഇനി മറ്റൊന്നാണ് കാർഷികേതര തൊഴിലുകൾ. പലതരത്തിലുള്ള തൊഴിലുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് കാർഷിക തൊഴിലുകളാണ്, മറ്റൊന്ന് കാർഷികേതര തൊഴില്. ഇത് ഏത് തൊഴിലാണ്, കാർഷിക തൊഴിലാണ്. ഇത് കാർഷികേതര തൊഴിലാണ്, ഡോക്ടർ, നഴ്സ് ഒക്കെ, അല്ലെ? ഇതോ കാർഷികേതര തൊഴിലാണ്, അധ്യാപകൻ. ഇത് കാർഷികേതര തൊഴിലല്ലേ, ഡ്രൈവറ്, ലോയറോ, വക്കീലോ കാർഷികേതരമാണ്. ഇതോ കാർഷിക തൊഴിലാണ്. അപ്പൊ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലുകളായി പരിഗണിക്കാം. ഇതല്ലാത്ത എല്ലാം കാർഷികേതരമാണ്. വ്യവസായങ്ങൾ, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധതരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിംഗ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ, ഇതെല്ലാം കാർഷികേതര തൊഴിലുകളാണ്. ഈ 3 ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ്, കാർഷികേതര തൊഴിലുകളാണ്.
ഇനി കാർഷിക തൊഴിലുകളാണ് നെൽകൃഷി, മത്സ്യകൃഷി, പച്ചക്കറി കൃഷി, പഴവർഗ്ഗ കൃഷി, ഇതൊക്കെ. കാർഷികേതരം കച്ചവടം, കെട്ടിട നിർമ്മാണം, നമ്മൾ ബിസിനസ് ആണ് കച്ചവടം. പിന്നെ ഞാൻ ഡ്രൈവർ ആണെങ്കിൽ കാർഷികേതരം, ഡോക്ടർ ആണെങ്കിൽ കാർഷികേതരം, നേഴ്സ് ആണെങ്കിൽ കാർഷികേതരം, അധ്യാപകനാണെങ്കിൽ കാർഷികേതരം, ഇതൊക്കെ അറിയാം. ഇനി നമ്മൾ സ്വയം തൊഴിൽ എന്താണെന്ന് നോക്കുകയാണ്. സ്വന്തമായി തൊഴിലില്ല, സർക്കാരിന്റെ സഹായത്തോടെ ചില സംരംഭങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാം. അപ്പൊ അതൊരു വരുമാനം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്വയം തൊഴിൽ എന്ന് പറയാം. അപ്പൊ ഏതെങ്കിലും ഒരു തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ല, സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം കണ്ടെത്തുന്നു. ഇതാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാതെ ഞാൻ തന്നെ മുതലാളിയായി ഞാൻ തന്നെ ജോലിയൊക്കെ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഞാൻ സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടുപിടിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അപ്പൊ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥത അതേ അവസരത്തിൽ തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കും. ഞാൻ തന്നെയാണ് ഇവിടെ തൊഴിലാളി, ഞാൻ തന്നെയാണ് ഇവിടെ മുതലാളി, അല്ലെ? ഞാൻ കുറച്ചു പേരുടെ നിന്ന് തുണി വാങ്ങിക്കുന്നു, ഞാൻ തന്നെ തയ്ച്ച് ഞാൻ ആളുകൾക്ക് കൊടുക്കുന്നു. ഞാൻ അവരുടെ നിന്ന് വാങ്ങിച്ച് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് ഞാൻ തന്നെ കൊടുക്കുന്നു. അപ്പൊ ഞാൻ ഇനി കുപ്പികളൊക്കെ വാങ്ങിച്ചിട്ട് കുപ്പിക്ക് ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയാക്കി കൊടുക്കുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള വർക്കുകളാകാം. അപ്പൊ ഇത് മുതലാളിയാകാം, തൊഴിലാളി. അപ്പൊ ഞാൻ കേക്ക് ബേക്ക് ചെയ്ത് കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? പൈസ കിട്ടുന്നു. അപ്പൊ സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ്. പിന്നെ ഇത് വലുതാകും തോറും അവർക്ക് സഹായങ്ങൾക്ക് ആളുകളൊക്കെ ആവും, ഇവർ പിന്നെ വലിയ വലിയ മുതലാളിയായി മാറും. അപ്പൊ കൂടുതലും ഒറ്റയ്ക്കാണ് ഇവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശിയും ഈ ഒരു സ്വയം തൊഴിൽ സംരംഭകരായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒക്കെ നമ്മുടെ സ്ഥലത്ത് ചെയ്ത് വിജയിച്ചവരെയൊക്കെ നമുക്കറിയാം. പിന്നീട് അവരൊക്കെ വലിയ നിലയിലേക്ക് തുടരും. ആദ്യം ചെറുതായിട്ട് തുടങ്ങും, പിന്നെ പിന്നെ വലിയ ലെവലിലേക്ക് മാറും. ഇത് കണ്ട തൊഴില്, സ്വയം തൊഴിലാണ് ഇതൊക്കെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര പേർക്ക് ജോലിയുണ്ട്, എത്ര പേർ രാജ്യത്തിന് പൈസ തരുന്നു, അവരെ എല്ലാം രാജ്യത്തിന് ഇഷ്ടമാണ്. മാക്സിമം ആളുകൾ ഇവിടെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം എന്നാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. എങ്കിലേ രാജ്യത്തിന് സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ രാജ്യം പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് കണ്ടോ, ഈ അടുത്ത സമയങ്ങളിലെ പല എക്സാമുകൾക്കും ഇത് ചോദിച്ചു. നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കൈവല്യ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശരണ്യ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓർത്തേ, ശരണ്യ എന്ന് പറയുമ്പോൾ ഒരു പെങ്കൊച്ചിന്റെ പേരല്ലേ? അവ ശരണ്യ വനിതകൾക്ക് വേണ്ടി. കൈവയ്യ എന്ന് ഓർക്കുക, കൈവയ്യ. അപ്പൊ ഭിന്നശേഷി, അപ്പൊ ഭിന്നശേഷിക്കാർ. നവജീവൻ പുതിയ ജീവനാവുകയാണ്. അതായത് മുതിർന്ന പൗരന് ഓൾറെഡി റിട്ടയർഡ് ഒക്കെ ആയി വലിയ പൈസ ഇല്ലാതെ ഇരുന്നപ്പോഴാണ് പെട്ടെന്നൊരു സംരംഭം കിട്ടുന്നത്. അപ്പൊ നവജീവൻ, പുതിയൊരു ജീവൻ അവർക്ക് വെക്കുന്നു, മുതിർന്ന പൗരന് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ചുമ്മാ കണക്ട് ചെയ്ത് ഓർത്തു വെക്കാം. ഇത് ചുമ്മാ കത്തിയാണ് കേട്ടോ, ഓരോരുത്തരൊക്കെ രക്ഷപ്പെട്ട കഥകളൊക്കെ പറയുകയാണ്. ഇനി അധ്വാനിക്കാനുള്ള മനസ്സ്, ആത്മവിശ്വാസമുണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്, അന്തസ്സുണ്ട്. അവരവരുടെ വിദ്യാഭ്യാസം അഭിരുചിക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മള് പണം സമ്പാദിക്കണമെന്ന് പറഞ്ഞ ടെററിസ്റ്റ് ആവാനോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊല്ലാനോ അല്ലെങ്കിൽ മോഷ്ടിക്കാനോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളൊരു നേരായ മാർഗത്തിൽ സത്യസന്ധമായി ആത്മവിശ്വാസത്തോടു കൂടി അധ്വാനിക്കുക. എങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ് ഒരിക്കൽ കൂടി കാണുന്നു. ഇത് എക്കണോമിക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സുകൾ ഒന്നും കൂടെ പറയുകയാണ്. ഒന്നാമത്തെ പോയിന്റ്, പലതരത്തിലുള്ള തൊഴിലുകൾ. പണമാണ് വരുമാനം. വരുമാനം എന്ന് വെച്ചാൽ പണം. പഠിപ്പ് തീർന്നാലെന്ന കൃതി NV കൃഷ്ണവാര്യർ. പിന്നെ വരുമാനം, വ്യക്തി കായികമായിട്ടോ ഭൗതികമായിട്ടോ ഒക്കെ ചെയ്യുന്ന പ്രവർത്തനത്തെ നമുക്ക് തൊഴിൽ എന്ന് പറയാം. തൊഴിലിന് കൂലിയോ ശമ്പളമോ കിട്ടും. കൂലി മണിക്കൂർ ദിവസമാണ്, ശമ്പളം ഒരു മാസത്തെ വേതനമാണ്. ഇനി ആസ്തി എന്ന് വെച്ചാൽ അത് വാടകയൊക്കെ കിട്ടുന്ന ഭൂമിയാകാം, അല്ലെങ്കിൽ വല്ല വസ്തുവകകളാകാം, കെട്ടിടങ്ങളാകാം. പലതരത്തിലുള്ള വരുമാനങ്ങൾ ആളുകൾക്ക് ലഭിക്കുന്നു, അല്ലെ? ഓരോ ജോലി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വരുമാന സ്രോതസ്സുകൾ പലതാണ്. ബാങ്ക്, വാടക, ഇങ്ങനെ പലതാകുന്നു.
കൃഷി, വിള, തൊഴിൽ, കൂലി ശമ്പളം, ബിസിനസ് ലാഭം, ബാങ്ക് നിക്ഷേപം, പലിശ, ആസ്തികൾ, വാടക, പാട്ടം, ഓഹരി നിക്ഷേപങ്ങൾ, ലാഭ വിഹിതം. ഇനി ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. കാർഷിക തൊഴിലുകൾ, കന്നുകാലി, മത്സ്യകൃഷി, ഇതൊക്കെയാണ് സസ്യങ്ങൾ ഉണ്ടാക്കലൊക്കെയാണ് കാർഷികേതരം. ഇതല്ലാത്ത എല്ലാം കാർഷികേതരമാണ്. സ്വയം തൊഴില്, നമ്മൾ തന്നെ ജോലി ചെയ്യുന്നു, നമ്മൾ തന്നെ മുതലാളിയായി നിൽക്കുന്നു, മുഴുവൻ പൈസയും നമ്മളാണ് ഇതിന്റെ അർഹർ. അതാണ് സ്വയം തൊഴിൽ. രാജ്യം അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നവജീവൻ, മുതിർന്ന പൗരൻ, കൈവല്യ, ഭിന്നശേഷി, ശരണ്യ, വനിതകൾ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇനി അടുത്ത ചാപ്റ്റർ ആണ് വസ്ത്രത്തിന്റെ നാൾവഴികൾ. 4ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നു. വസ്ത്രത്തിന്റെ നാൾവഴികൾ. ഈ ചാപ്റ്ററിൽ ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഏതൊക്കെ വസ്ത്രങ്ങളാണ് ആദിമ മനുഷ്യൻ ഉപയോഗിച്ചത് കണ്ടോ? മരങ്ങൾ കൊണ്ട്, മൃഗത്തിന്റെ തോല് കൊണ്ട്, ഇലകൾ കൊണ്ട്, ഇങ്ങനെയൊക്കെ ആണ് അവരാദ്യം വസ്ത്രങ്ങൾ ഉപയോഗിച്ചത്. വേട്ടയാടി ജീവിച്ച കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളാണ് അവർ വസ്ത്രമായി ഉപയോഗിച്ചത്. പുല്ല്, ഇല, മരത്തോല്, മരവുരി, മൃഗങ്ങളുടെ തോല്, ഇതൊക്കെ വെച്ചിട്ടാണ്. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല്, ഇത് സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിന് ഉപകരണങ്ങളായി. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളായി ഉപയോഗിച്ചു. വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചു. മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കി. ഇപ്പൊ പണ്ടത്തെ ഉള്ളവര് ഉപയോഗിച്ച വസ്ത്രങ്ങളെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് കിട്ടി. ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകൾ ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചു. നാരുകൾ കൂട്ടിച്ചേർത്തു, പിരിച്ച് നീളമുള്ള നൂലുകളാക്കി. ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. നൂലുകൊണ്ട് നെയ്യുന്നു. അപ്പോ നമ്മള് സിന്ധു നദിയുടെ സംസ്കാരം, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രാചീന നദിയുടെ സംസ്കാരമാണ്. സിന്ധു നദിയുടെ തീരത്ത് ഉടലെടുത്ത സംസ്കാരമാണ് സിന്ധു നദിയുടെ സംസ്കാരം. ഇവര് പരുത്തി, കമ്പിളി വസ്ത്രങ്ങൾ നിർമ്മിച്ചു. ലഭ്യമായ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഇവര് വസ്ത്രങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു. കുപ്പായമണിഞ്ഞ പ്രതിമകളും വസ്ത്രധാരണ രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറെ സ്ഥലങ്ങളിലേക്കും പരുത്തിയൊക്കെ അയക്കുകയും ചെയ്തിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടത് നൂലുകൊണ്ട് നെയ്തെടുത്ത തുണികളാണ് എന്ന് ഇവർ മനസ്സിലാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറകൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന ഒരു രീതി ഇവർ കണ്ടുപിടിച്ചു. അങ്ങനെ മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചപ്പോൾ നെയ്ത്ത് ഉപകരണങ്ങൾ കണ്ടെത്തി നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. കൈത്തറി തുണികൾ. അപ്പൊ ആദ്യം മരത്തോലും ഇലകളും അതുപോലെ കൊമ്പൊക്കെ വെച്ചിട്ട് സൂചിയൊക്കെ ആക്കിയൊക്കെ ഉപയോഗിച്ചിരുന്നവർ നെയ്ത്തിലേക്ക് വന്നു, കൈത്തറി തുണികളിലേക്ക് വന്നു. ആദ്യകാല നൂൽപ്പ് യന്ത്രം ഇങ്ങനെയായിരുന്നു. കൈത്തറിയൊക്കെ ഇങ്ങനെയായിരുന്നു. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി. നീലം, ഇൻഡിഗോ, നീലം വിപ്ലവമൊക്കെ ഇല്ലേ? നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറവും നൽകി. അപ്പൊ നിറം നൽകാൻ നീലം ചെടിയിലെ ചായം ഉപയോഗിച്ചു. ആദ്യം നമ്മൾ പരുത്തി. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തി നമ്മൾ കൃഷി ചെയ്യണം. ഈ പരുത്തിയിലെ പഞ്ഞി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നൂലുണ്ടാക്കും. പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്നു. ഇനി അടുത്തതാണ് ചണം, ജൂട്ട്. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതും ഒരു ചെടിയിൽ നിന്നാണ്. പ്രകൃതിദത്ത നാരാണ് ചണം. ഇപ്പൊ പരുത്തി കൃഷിയിലെ മുമ്പില് അല്ലെ ഗുജറാത്ത് പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നു. പരുത്തി തുറമുഖം എന്ന് പറയുന്നത് മുംബൈ ആണ്. ചണത്തിന് മുൻപില് വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളാണ്. ലോകത്തെ ചണം കൃഷിയുടെ ഭൂരിഭാഗം ഇന്ത്യയിലെ ഫലഭൂഷ്ടമായ ഗംഗാ തീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണം കൊണ്ടുപോയിരുന്നു. അപ്പൊ ചണച്ചെടിയുണ്ട്, പരുത്തിയുണ്ട്, അതിൽ നിന്ന് നൂലുണ്ട്. ഇനിയാണ് നീലം ചെടി, ഇൻഡിഗോ. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായമാണ് ഉപയോഗിച്ചത്. പിന്നീട് നീലത്തില് വിവിധ കൂട്ടുകൾ ചേർത്ത് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ ആദ്യം വെള്ള കളർ വസ്ത്രം, അത് പിന്നെ നീലം മുക്കി നീല കളറായി. പിന്നെ ഇപ്പൊ പല പല കളറുകളൊക്കെ വരുന്നു. അപ്പൊ 3 ചെടികൾ നമ്മൾ കണ്ടു.
വസ്ത്രനിർമ്മാണത്തിലെ. കൈത്തറി കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? കണ്ണൂരിലുണ്ട്, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തുണ്ട്, തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളിയിലുണ്ട്. ഇതൊക്കെ ചോദിക്കാം. കൈത്തറി കേന്ദ്രങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം വളരെ ഫേമസ് ആണ്, തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി ഫേമസ് ആണ്, കണ്ണൂർ ജില്ലയിലും കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. ഇനി എന്താണ് സ്പിന്നിങ് ജെന്നി? ജെയിംസ് ഹാർഗ്രീവ്സ്, ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചു. കൈകൊണ്ടുള്ള നൂല് ഉൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂലുൽപാദനം വേഗത്തിലാക്കി. അപ്പൊ കൈകൊണ്ട് ഇങ്ങനെ നൂലുണ്ടാക്കൽ പ്രയാസമായിരുന്നു. അപ്പൊ അന്നത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഉള്ള വസ്ത്രം അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്ന ഒരു ഉപകരണം ജെയിംസ് ഹാർഗ്രീവ്സ് കണ്ടെത്തി. അതോടുകൂടി ഇവിടെ നൂലുൽപാദനം വേഗത്തിലായി. ഇനി യന്ത്രത്തെറി, പവർലൂം. എഡ്മണ്ട് കാർട്ട് റൈറ്റ് ആണ് യന്ത്രത്തെറി കണ്ടുപിടിച്ചത്. എഡ്മണ്ട് കാർട്ട് റൈറ്റ്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിന്റെയോ സഹായത്താലാണ് യന്ത്രത്തെറി പ്രവർത്തിപ്പിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തെറിക്ക് കഴിയും. ഇപ്പൊ സ്പിന്നിങ് ജെന്നി എന്ത് കണ്ടെത്തി? സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്ന ഉപകരണം ജെയിംസ് ഹാർഗ്രീവ്സ് എന്ന വ്യക്തിയാണ് കണ്ടെത്തിയത്. യന്ത്രത്തെറി കണ്ടെത്തിയത് എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി കൂടുതൽ ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കുവാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു. അപ്പൊ അവർക്ക് യന്ത്രമൊക്കെ വന്നപ്പോൾ ഇഷ്ടം പോലെ തുണികൾ നിർമ്മിച്ചു. അപ്പൊ അത് വിറ്റഴിക്കണം. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഇന്ത്യയിൽ വന്ന് അവരുടെ തുണികളെല്ലാം ഇവിടെ വിറ്റഴിച്ചു. എന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അവർ അസംസ്കൃത വസ്തുക്കൾ പരുത്തിയും ചണവും നീലവും ഒക്കെ എന്ത് ചെയ്തു? വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അവിടുന്ന് തുണികൾ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൂടിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി. ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ്. നമുക്ക് എത്ര വൻകരകളുണ്ട്? 7. ഈ വൻകരയിലെ ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിൽ ആരൊക്കെ വന്നു? പോഡ, ബീഫെ. ആദ്യം വന്നത് പോർച്ചുഗീസ്, രണ്ടാമത് വന്നത് ഡച്ച്, മൂന്നാമത് വന്നത് ബ്രിട്ടീഷ്, നാലാമത് വന്നത് ഫ്രാൻസ്. അപ്പൊ ആദ്യം പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രാൻസ്. ഇംഗ്ലണ്ട്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഡച്ച് ഇവരൊക്കെ എത്തി. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശത്തിലേക്ക് കൊണ്ടുപോയി. കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചത് ബ്രിട്ടീഷുകാരാണ്. കൂടുതൽ കാലം കോളനിയാക്കി വെച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് നമ്മുടെ അധികാരം കൂടുതലായി പിടിച്ചെടുത്തത്. ഇന്ത്യയിൽ കൂടുതൽ നാൾ ഉണ്ടായിരുന്ന യൂറോപ്യൻ പോർച്ചുഗീസുകാരാണ്. ഗോവയിലാണ് കൂടുതൽ നാൾ ഇരുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരായത് ബ്രിട്ടീഷുകാരാണ് നമ്മുടെ അധികാരം കൈയേറിയത്. അവരിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം തിരിച്ചു പിടിച്ചത്. അപ്പൊ കണ്ടോ, ഇന്ന് നമുക്ക് പലതരത്തിലുള്ള വിവിധമായ വസ്ത്രങ്ങളുണ്ട്. യന്ത്രങ്ങൾ വന്നപ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടായി? വസ്ത്ര ഉൽപാദനത്തിലെ വർധനവ് ഭയങ്കരമായിട്ട് ഒത്തിരി സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. മനുഷ്യർക്ക് അത്ര അധ്വാനം ഉണ്ടായില്ല. വസ്ത്രങ്ങൾ വൈവിധ്യമായി, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കിട്ടി, വസ്ത്രങ്ങൾ എല്ലായിടവും വ്യാപിച്ചു. ഇനി വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ കിട്ടുന്നത്. ഇനി നമ്മൾ കൃത്രിമ നാരുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയവയാണ് കൃത്രിമ നാരുകൾ. അപ്പൊ നമുക്ക് നാരുകൾ വേണം, അത് ഫൈബേഴ്സ്. വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളുമുണ്ട്, കൃത്രിമ നാരുകളുമുണ്ട്. പ്രകൃതിദത്തം എന്ന് പറയുമ്പോൾ ജന്തുക്കളിൽ നിന്നാണ്. ഉദാഹരണം, ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാര്, പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിന്റെ നാരൊക്കെ നിർമ്മിക്കുന്നു. സസ്യങ്ങളിൽ നിന്ന് പരുത്തിന്ന്, ചണത്തിന്നൊക്കെ ചണനാര്, പരുത്തി നാരൊക്കെ കിട്ടുന്നു. ഇതാണ് പ്രകൃതിദത്ത നാരുകൾ. കൃത്രിമ നാര് എന്ന് പറയുമ്പോൾ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ കൃത്രിമ നാരുകൾക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്? പോളിസ്റ്റർ, നൈലോണ് തുടങ്ങിയവയാണ്. എവിടെ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്? പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളെക്കാൾ കൃത്രിമ നാര് ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്. പ്രകൃതിദത്ത നാരുകളാണെങ്കിൽ ആളുകൾ വേണം കൃഷി ചെയ്യാൻ. കൃഷി ചെയ്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാൻ ആളുകൾ വേണം. അതങ്ങനെ നൂലാക്കി മാറ്റണം. അപ്പൊ നല്ല ചെലവാണ്. പക്ഷെ കൃത്രിമ നാരുകൾക്ക് വില കുറവാണ്. പെട്ടെന്ന് ചുളിയത്തില്ല. പോളിസ്റ്റർ തുണി പെട്ടെന്ന് ചുളിയുവോ? ഇല്ല. എന്നാൽ നമ്മൾ കോട്ടൺ തുണികളൊക്കെ പെട്ടെന്ന് ചുളിയത്തില്ലേ എന്ന മേന്മ ഇതിനുണ്ട്. പോളിസ്റ്റർ, നൈലോൺ, റയോൺ ഇതൊക്കെയാണ് എക്സാമ്പിൾ. പക്ഷെ ചൂടൊക്കെ കൂടുതലായിരിക്കും അല്ലെ? നമ്മുടെ കോട്ടൺ സാധനങ്ങൾക്കൊക്കെയോ ചൂടൊക്കെ
കുറവായിരിക്കും, നമുക്ക് ശരീരത്തിന് ഇടുമ്പോൾ നല്ല സുഖമാണ്. അപ്പൊ പോളിസ്റ്റർ, നൈലോൺ, റയോൺ ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഇനി കമ്പിളി എവിടുന്നാ കിട്ടുന്നത്? ചെമ്മരിയാടിൽ നിന്നല്ലേ കിട്ടുന്നത്. പട്ട്, പട്ടുനൂൽപ്പുഴു, പരുത്തി, പരുത്തിച്ചെടി, ചണത്തിന്ന് ചണനാര്, അല്ലെ? ഇനി കാലാവസ്ഥയ്ക്കനുസരിച്ച് ആളുകൾ വസ്ത്രം ധരിക്കത്തില്ലേ? ഇപ്പൊ മഞ്ഞത്ത് നിൽക്കുവാണെങ്കിൽ അധികം ഡ്രസ്സ് ഇല്ലാതൊക്കെ പോയി നിൽക്കാൻ പറ്റുമോ? ഇല്ല. മഞ്ഞാണെങ്കിൽ നമുക്ക് ഒരു നല്ല ഇങ്ങനെ ഫുള്ള് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണം. ഇനി നമ്മളുടെ ഇപ്പോൾ വക്കീലിനൊരു വേഷമുണ്ട്, പോലീസിനൊരു വേഷമുണ്ട്, അവരവരുടെ ജോലിക്കനുസരിച്ച് ഓരോ വേഷമുണ്ട്. ഡോക്ടറിന് ഒരു വേഷമുണ്ട്, സർജറിക്ക് മുമ്പ് മറ്റൊരു വേഷമുണ്ട്, മഴയത്ത് നമ്മൾ വേറൊരു വേഷം ധരിക്കുന്നു, ചൂടത്ത് നമ്മളൊരു വേഷം ധരിക്കുന്നു, അല്ലെ? കാലാവസ്ഥയ്ക്കനുസരിച്ചും തൊഴിലിനനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നു? കാലാവസ്ഥ, ആചാരങ്ങൾക്കനുസരിച്ച് ഇപ്പൊ അമ്പലത്തില് തിരുമേനിയുടെ വേഷം, പള്ളിയിൽ ഉസ്താദ്, ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛന്റെ വേഷം, ഇതൊക്കെ വ്യത്യാസമാണ്. അധികാര സ്ഥാനങ്ങൾക്കനുസരിച്ച് വ്യത്യാസമാണ്, തൊഴിലനുസരിച്ച് വ്യത്യാസമാണ്, പ്രാദേശിക വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ നമ്മളുടെ കേരളത്തിലെ വസ്ത്രധാരണ രീതിയല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ. അപ്പൊ അങ്ങനെ പ്രദേശങ്ങൾക്കനുസരിച്ച് വസ്ത്രധാരണ രീതി, കാലാവസ്ഥ, ആചാരം, ഇങ്ങനെ ഒരുപാട് വസ്ത്രധാരണ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു രീതിയിൽ കാണുന്നത് നമുക്ക് കലാരംഗത്താണ്. മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു വസ്ത്രം വന്നു കഴിഞ്ഞു. ഇനി കഥകളി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു വസ്ത്രം വന്നില്ലേ? തെയ്യം എന്ന് പറഞ്ഞാലും, പടയണി എന്ന് പറഞ്ഞാലും, തിരുവാതിരക്കളി, ഒപ്പനക്കളി, ഇങ്ങനെ ചാക്യാർ കൂത്ത്, ചവിട്ട് നാടകം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ വസ്ത്രങ്ങൾ വ്യത്യാസമാണ്, അല്ലെ? കോൽക്കളി. അപ്പൊ ആ ഒരു വസ്ത്രം നമുക്ക് തോന്നി. ഇപ്പൊ നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താണ്? കേരള സാരിയൊക്കെ അല്ലേ? സെറ്റ് സാരി, സെറ്റ് മുണ്ടൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ വ്യത്യാസമുണ്ട് വസ്ത്രം എന്ന് പറയുമ്പോൾ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസ് പപ്പാടെ വേഷം എന്താണ്? അങ്ങനെ ആചാരത്തിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. ഇനിയാണ് നമ്മളുടെ ഹിസ്റ്റോറിക് കാര്യങ്ങളിലേക്ക് വരുന്നത്. വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത സമയമുണ്ടായിരുന്നു. 1859 തിരുവിതാംകൂർ രാജാവ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ തെക്കൻ കേരളത്തില് വിളംബരം പ്രഖ്യാപിച്ചത്. ഇതാണ് ആ വിളംബരം. വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ്? 1859 മേൽവസ്ത്രം ധരിക്കാൻ അധികാരം നൽകി. ആരാണ് നൽകിയത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ. അപ്പൊ തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ തെക്കൻ കേരളം, നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, ഈ പത്തനംതിട്ട, കോട്ടയം, ഈ ഒരു ഭാഗങ്ങളൊക്കെ വരും. കോട്ടയം വേറെ, കോട്ടയം കേരളവർമ്മ, അല്ലെ? അപ്പൊ പത്തനംതിട്ട വരെയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ തെക്കൻ കേരളം, ആലപ്പുഴ ഒക്കെ വരുന്നതാണ്. അപ്പോ അതുകൂടാതെ തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ഇല്ലേ? നമ്മുടെ 1956 നവംബർ 1 കേരളം സ്പ്ലിറ്റ് ആയപ്പോഴാണ്, കേരളം സംസ്ഥാനം രൂപീകരിച്ചപ്പോഴാണ് നമ്മൾ കന്യാകുമാരി കൊടുക്കുകയും പാലക്കാട് വാങ്ങിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് നമ്മളിൽ നിന്ന് കന്യാകുമാരി പോകുന്നത്, തമിഴ്നാടിന് കൊടുക്കുന്നത്. അപ്പൊ കന്യാകുമാരിയും കൂടി ഉൾപ്പെട്ടതാണ് തിരുവിതാംകൂർ. 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചു. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായി. അപ്പോൾ തിരുവിതാംകൂറില് മേൽവസ്ത്രം ധരിക്കാൻ താഴ്ന്ന ജാതിക്കാർക്ക് അധികാരം ലഭിച്ചത് ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽവസ്ത്ര സമരത്തോടു കൂടിയാണ്. വൈകുണ്ഠസ്വാമികളാണ് ഇതിന്റെ നേതാവായി കണക്കാക്കുന്നത്. 1859 ഈ സമരം നടന്നത്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കാൻ അധികാരമുണ്ടായിരുന്നു, താഴ്ന്ന സ്ത്രീകൾക്ക് അധികാരമില്ലായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഈ അവകാശം നേടിയെടുത്തു മേൽമുണ്ട് സമരം. അങ്ങനെ വസ്ത്രം ഒരു സമരായുധമായി. ഖാദി, ചർക്ക, നൂൽപ്പ്, വിദേശ വസ്ത്ര ബഹിഷ്കരണം ഗാന്ധിജി പറഞ്ഞില്ലേ? അപ്പൊ ചർക്കയിൽ നൂറ്റുണ്ടായ ഖാദി വസ്ത്രങ്ങളാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ജനങ്ങളോടൊക്കെ പറഞ്ഞു നമ്മുടെ സ്വദേശ വസ്ത്രങ്ങൾ ധരിക്കണം, ഖാദി വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞു. സ്വദേശ വസ്ത്രങ്ങൾ നിർമ്മിച്ചു, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കണമെന്നും ഗാന്ധിജി ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിച്ചു. ചർക്കയിൽ നൂൽക്കുന്ന ഗാന്ധിജി കണ്ടോ? ഗാന്ധിജി സ്വദേശ വസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ വസ്ത്രം എന്തായി മാറി? ഒരു സമരായുധമായി മാറി. വസ്ത്രധാരണത്തെ സമരായുധമാക്കി. ബഹുജന പ്രക്ഷോഭമുണ്ടായി.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായിട്ട് എന്ത് മാറി? ചർക്ക മാറി. നമ്മുടെ ഇന്ത്യയിൽ ഗാന്ധിജി ഉണ്ടാക്കിയ ദേശീയ പതാക, പിങ്കാളി വെങ്കയ്യയുടെ ഉണ്ടാക്കിയ ദേശീയ പതാകയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഗാന്ധിജി നിർമ്മിച്ച ദേശീയ പതാകയിൽ ചർക്കയായിരുന്നു ഇവിടെ ഈ അശോക സ്തംഭത്തിന് പകരം. അത്ര പ്രാധാന്യമുണ്ട് വസ്ത്രത്തിന്. അപ്പൊ ചർക്ക എന്തിന് പ്രതീകമായി? ഇന്ത്യൻ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി. ക്ലിയർ ആണ്. ഈ ഖാദി വസ്ത്രം ധരിക്കല്, ഖാദി തൊപ്പി അണിയല്, ഇതൊക്കെ ദേശാഭിമാനത്തിന്റെ അടയാളമായിട്ട് മാറി. 1905 ഓഗസ്റ്റ് 7 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു. എന്നാണ്? 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുക, ഇന്ത്യൻ നിർമ്മിച്ച വസ്തുക്കൾ ഉപയോഗിക്കുക, അത് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ഓഗസ്റ്റ് 7 എന്ന് പറയുന്നത് എന്ത് ദിനമാണ്? ദേശീയ കൈത്തറി ദിനമായിട്ട് 2015 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. ഓഗസ്റ്റ് 7 എന്ത് ദിനമാണ്? ദേശീയ കൈത്തറി ദിനമായിട്ട് 2015 മുതൽ ആചരിക്കുന്നു. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു. ഖാദി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോ സ്വദേശി പ്രസ്ഥാനമോ 1905 ഓഗസ്റ്റ് 7. 1905 ഓഗസ്റ്റ് 7. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമാണ് 2015 മുതൽ. ഇപ്പോ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ വന്നു അല്ലെ? കല്യാണത്തിന്റെ വേഷം, എക്സിക്യൂട്ടീവ് ലുക്ക്, സാരി, പല 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 വേഷങ്ങൾ. പരസ്യങ്ങള്, സിനിമകള്, സമൂഹ മാധ്യമങ്ങള്, ഇതൊക്കെ വസ്ത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നു. ഫാഷൻ ഡിസൈനിങ്, എംബ്രോയിഡറി ഒക്കെ ഇപ്പോൾ ഭയങ്കര വലിയൊരു തൊഴിൽ മേഖലയായി തന്നെ മാറി. വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിലുകൾ: വസ്ത്ര അലങ്കാരം, നെയ്ത്ത്, തുന്നല്, എംബ്രോയിഡറി, ഡിസൈനിങ്, ചായമുക്കൽ, നൂൽനൂൽപ്പ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ സെലിബ്രിറ്റി സിനിമാ നടിക്കൊക്കെ ആണെങ്കിൽ സാരി ഡ്രേപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ തന്നെ ഉണ്ട്. സാരി ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം, മേക്കപ്പ് ചെയ്യാൻ മറ്റൊരാൾ, അല്ലെ? സാരി സെലക്ട് ചെയ്യാൻ ഒരാൾ. അങ്ങനെ തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഡിസൈനേഴ്സ് വരുന്നുണ്ട്, എംബ്രോയിഡറി വർക്കേഴ്സ് വരുന്നുണ്ട്, തുന്നുന്ന ആളുകൾ വരുന്നുണ്ട്, അല്ലെ? ഇഷ്ടം പോലെ വസ്ത്രനിർമ്മാണ രംഗങ്ങളിൽ തൊഴിലുകളുണ്ട്. ഇനി പാഴ്വസ്തുക്കൾ, ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ് അല്ലെങ്കിൽ വേസ്റ്റായി മാറുന്നുണ്ട്. ഇത് വേറെ രീതിയിൽ നമുക്ക് പുനരുപയോഗിക്കാൻ പറ്റും. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? വേസ്റ്റ് ആക്കാണ്ട് പുനരുപയോഗിക്കാനും പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ ടോട്ടൽ 4 ചാപ്റ്റർ ആയിട്ടേ ഉള്ളൂ, 2 ക്ലാസ് ആയിട്ടേ ഉള്ളൂ. റെഗുലർ ആയിട്ടൊരു ക്ലാസ് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സജഷൻസ് ദയവായിട്ട് പറയുക. ഇത് ഓക്കെ ആണോ? സ്പീഡ് കുറച്ചും കൂടി സ്പീഡ് കൂട്ടണോ? കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ വേണോ? നിങ്ങൾക്ക് ഇത്രയും പർട്ടിക്കുലർ ഇങ്ങനെ തന്നെ മതിയോ? ക്ലാസ് ഇപ്പൊ നമ്മൾ ഓവർ കത്തിയൊന്നുമില്ല, ആവശ്യത്തിനുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. മലയാളമാണ്, നമുക്കറിയാം. ഇത് വെറും 5ാം ക്ലാസ്സിന്റെ പുസ്തകമാണ്. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലെ? അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുക, മെസ്സേജ് അയക്കുക. കമന്റിനനുസരിച്ച് നമുക്ക് ക്ലാസ്സിൽ ഇംപ്രൂവ്മെന്റ് വരുത്താം. അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ഇത് ഞാനൊരു പ്രത്യേക പ്ലേലിസ്റ്റിൽ ഇടാം. SCRT ന്യൂ ടെക്സ്റ്റ് ക്ലാസ് 5 എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റിൽ ഇടാം. ഓക്കെ, ബൈ.